നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇത്രയേറെ രഹസ്യമാക്കി വെച്ച ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്തിനാണ് യാത്ര തുടരുന്നതെന്ന് ആര് ചോദിച്ചാലും തെറ്റു പറയാനൊക്കില്ല. യാത്രയുടെ കാര്യം ഗവർണറെ പോലും അറിയിച്ചില്ല എന്നതാണ് സത്യം. സാധാരണ മുഖ്യമന്ത്രിമാർ പുറത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കാറുണ്ട്, പത്രക്കുറിപ്പും നൽകാറുണ്ട്. ഇത്തവണ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രാജ്ഭവനും അതൃപ്തിയിലാണ്. തൽക്കാലം പരസ്യ പ്രസ്താവനയൊന്നും രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. പക്ഷേ ഗവർണർ വെറുതെ വിടുമെന്ന ചിന്തയൊന്നും വേണ്ട. ഗവർണറെ പോലും അറിയിക്കാതെ ഈ യാത്ര നടത്തുന്നത് ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ ഭാഗമായാണ് എന്ന് കരുതാമെങ്കിലും കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുന്നത് ചിലതൊക്കെ മറക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് എന്ന് കരുതാം. മന്ത്രിസഭാ യോഗം അടക്കം മാറ്റിവെച്ച് ഗവർണറോടടക്കം പറയാതെ പോയ പോക്കിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. UAE, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത്. യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും നൽകിയിരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥലത്തില്ലെങ്കിൽ ഓൺലൈനായി ചേരാറുള്ള മന്ത്രിസഭാ യോഗം ബുധനാഴ്ച അവസാന നിമിഷം മാറ്റുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിവാക്കി വിദേശയാത്ര പോയതും സംശയത്തിലാണ്. ചികിത്സയ്ക്ക് പോയതാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനും സ്ഥിരീകരണമില്ല. യാത്രാ ഉദ്ദേശവും ചെലവ് ആര് വഹിക്കുന്നുവെന്നും വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു. സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിക്കരുതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു. 100,000 പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തു പറയാനാണെന്നാണ് കെ സുധാകരൻ MP പറഞ്ഞത്. മുഖ്യമന്ത്രി പോയ കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചത്. വിനോദയാത്രയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും 4 ദിവസം മുമ്പ് വിദേശത്തേക്ക് യാത്ര തിരിച്ചിരുന്നു. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനം കടുത്ത ഉഷ്ണ തരംഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു. തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ശമനമില്ല. വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിന് ഉൾപ്പെടെ നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ്. സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയച്ചത്. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ട എന്ന് വെച്ച് 19 ദിവസത്തെ വിദേശയാത്രയ്ക്കാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. ഇതെല്ലാം പ്രതിപക്ഷം ചർച്ചകളിൽ നിറയ്ക്കും. നന്ദി.